ഒരു നഗരത്തിന്റെ മേയർക്ക് മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിലും ഏറ്റവും വലിയ ചർച്ച ചെയ്ത ഒരു ചോദ്യമാണിത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമസാധ്യതകൾ പരിശോധിക്കുമെന്ന് ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി പ്രഖ്യാപിച്ചതോടെയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു നഗരത്തിലെ മേയർക്ക് ഇതിനുള്ള അധികാരമുണ്ടോ? അമേരിക്കൻ ഭരണഘടനയുടെ അന്താരാഷ്ട്ര നിയമങ്ങളും ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി 2024 ബെന്യാമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് മേയറായ സൊഹ്റാൻ മംദാനി നെതന്യാഹു ഒരു യുദ്ധ കുറ്റവാളിയാണ്, അദ്ദേഹത്തെ ന്യൂയോർക്കിലേക്ക് സ്വാഗതം ചെയ്യില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലം തൊട്ടേ മംദാനി ഈ വിഷയം ഉയർത്തിക്കാട്ടിയിരുന്നു. ന്യൂയോർക്ക് സിറ്റി പോലീസിനെ ഉപയോഗിച്ച് നെതന്യാഹുവിനെ കസ്റ്റഡിയിലെടുക്കാൻ നിയമപരമായി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തന്റെ ലീഗൽ ഡിപ്പാർട്ട്മെന്റുമായി ചർച്ച നടത്തുകയാണ് അദ്ദേഹം. ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അവസാനം മംദാനിക്ക് തന്നെ നിയമപരമായി ഇതിന് അധികാരമില്ല എന്ന് അദ്ദേഹം ഔദ്യോഗികമായി വ്യക്തമാക്കി. പ്രധാനമായും 3 കാരണങ്ങളാണ് ഇതിനുള്ളത്. അതായത് വിദേശ നയവും ഫെഡറൽ അധികാരവും. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് വിദേശകാര്യങ്ങളും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ഫെഡറൽ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഒരു നഗരത്തിലെ മേയർക്കോ പ്രാദേശിക പോലീസിനോ വിദേശ നയതന്ത്രജ്ഞരുടെ കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അധികാരമില്ല. മറ്റൊന്ന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി, അതായത് രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്ക് അന്താരാഷ്ട്ര നിയമപ്രകാരം നയതന്ത്ര പരിരക്ഷ ലഭിക്കുന്നുണ്ട്. ഇത് വിദേശ നേതാക്കളെ മറ്റൊരു രാജ്യത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. മറ്റൊന്നാണ് ICCയോടുള്ള US നിലപാട്. അതായത് ICC ഉത്തരവുകൾ ലഭിക്കാൻ അമേരിക്ക ബാധ്യസ്ഥരല്ല, കാരണം US റോം സ്റ്റാറ്റ്യൂട്ട് കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. മാത്രമല്ല അമേരിക്കൻ നിയമപ്രകാരം ICCയുമായി സഹകരിക്കുന്നതിൽ നിന്ന് പ്രാദേശിക സർക്കാരുകളെ വിലക്കിയിട്ടുമുണ്ട്. അതായത് മംദാനി ഒരു വിദേശ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് ഫെഡറൽ നിയമങ്ങളുടെ നിയമലംഘനമാവും. മേയർ തന്നെ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നതാണ്. മംദാനിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശക്തമായ പ്രതികരണങ്ങളുമായി വിവിധ നേതാക്കൾ രംഗത്തെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുമായി നെതന്യാഹു അമേരിക്കയിൽ എത്തുമ്പോൾ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് പറഞ്ഞു. മറ്റൊന്ന്, ഇസ്രായേലിന്റെ ഐക്യരാഷ്ട്രസഭ സ്ഥാനപതി ഡാനി ഡാനൻ മേയർ മംദാനിക്കെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂയോർക്കിലെ ജനങ്ങളെ സേവിക്കാനാണ്, അല്ലാതെ മറ്റൊരു പ്രചരണം നടത്താനല്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ എന്ന് ഡാനൻ തുറന്നടിച്ചു. ഇതിനിടയിൽ സിറ്റി ഭരണകൂടത്തിന് സ്വതന്ത്രമായി അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ലെന്ന് സമ്മതിച്ച മംദാനി, എന്നാൽ ഫെഡറൽ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ് US സർക്കാർ നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് മംദാനി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്? ഇതിന് പിന്നിൽ നിരവധി രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഗാസയിലെ യുദ്ധത്തിനെതിരെയും ഫലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായും അമേരിക്കൻ രാഷ്ട്രീയത്തിനുള്ളിൽ ശക്തമായ ശബ്ദമുയർത്താൻ മംദാനിക്ക് സാധിച്ചു. മറ്റൊന്നാണ് യുവ വോട്ടർമാരുടെ പിന്തുണ. ന്യൂയോർക്കിലെ ഇടതുപക്ഷ വോട്ടർമാരുടെയും ഗാസ വിഷയത്തിൽ പ്രതിഷേധിക്കുന്ന യുവാക്കളുടെയും വലിയ പിന്തുണ ഉറപ്പാക്കാൻ ഈ നീക്കം അദ്ദേഹത്തെ സഹായിച്ചു. അന്തർദേശീയ തലത്തിലും ഇത് വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഒരു പ്രാദേശിക മേയറുടെ പ്രസ്താവന ആഗോളതലത്തിൽ വാർത്തയായി മാറുകയും ICC വാറന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയും ചെയ്തു. സെപ്റ്റംബറിൽ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിൽ എത്തുമ്പോൾ വൻ സുരക്ഷാ സജ്ജീകരണങ്ങളോടെയാവും US ഫെഡറൽ ഏജൻസികൾ അദ്ദേഹത്തെ സ്വീകരിക്കുക. എന്നാൽ നഗരവീഥികളിലും ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിലും വലിയ പ്രതിഷേധങ്ങൾ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്താരാഷ്ട്ര നിയമവും പ്രാദേശിക ഭരണകൂടത്തിന്റെ പരിധികളും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചയായി തുടരും എന്നതാണ്.